നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. സോ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കും, അതിന്റെ ആൻസർ അറിയാമെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ പറയാം. പിന്നീട് നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷനിലേക്കും പോകുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് transaction in a systematic manner and classifying them in ledger is called what? അപ്പൊ ട്രാൻസാക്ഷൻ പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു, അത് ക്ലാസിഫൈ ചെയ്യുന്നു ലെഡ്ജറിൽ. സോ ഇത്രയും പ്രോസസ്സിനെ നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത്? അക്കൗണ്ടിങ് എന്ന് വിളിക്കുമോ, ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കുമോ, അഡ്ജസ്റ്റ്മെന്റ് എന്ന് വിളിക്കുമോ, മെഷർമെന്റ് എന്ന് വിളിക്കുമോ? എന്താ നിങ്ങളുടെ ആൻസർ? ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ അറിയാമോ? ബുക്ക് കീപ്പിംഗ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ബുക്ക് കീപ്പിംഗ് എന്നാണ് വിളിക്കുന്നത്, ബുക്ക് കീപ്പിംഗ്. സോ ബുക്ക് കീപ്പിംഗ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ട് ബുക്ക് കീപ്പിംഗ് കറക്റ്റ് ആൻസർ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു, റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫൈങ് ആ പ്രോസസ്സ് വരെയുള്ള പാർട്ടിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ബാക്കിയുള്ള പ്രോസസ്സും കൂടെ ചേരുമ്പോഴാണ് അതിനെ അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞത് ലെഡ്ജർ വരെ എന്ത് വിളിക്കും? ബുക്ക് കീപ്പിംഗ്. കറക്റ്റ് ആൻസർ ആണ്. സോ ദിസ് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ is a systematic manner and classifying them in ledger is called bookkeeping. Bookkeeping involves recording the entries in journal, classifying them into ledger. So അതാണ് ഒന്നാമത്തതിന്റെ ആൻസർ. അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. Ledger is an accounting book in which only real accounts are opened. രണ്ടാമത്തത് only real and personal accounts are opened. മൂന്നാമത്തത് all the real, personal and nominal accounts are opened. നാലാമത്തെ only trading and P&L account are opened. ഇതിൽ ഏതാണ്? ലെഡ്ജറിൽ ഏതൊക്കെ അക്കൗണ്ടിങ് ബുക്സ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്? റിയൽ മാത്രമാണോ, റിയലും പേഴ്സണലും മാത്രമാണോ, റിയലും പേഴ്സണലും നോമിനലും ഓപ്പൺ ചെയ്യുമോ, ട്രേഡിംഗ് P&L അക്കൗണ്ട് ആണോ ഓപ്പൺ ചെയ്യുന്നത്? ആൻസർ ഉണ്ടോ? ഓക്കെ, എല്ലാവരും സി ആണ് പറയുന്നത്. സി ഏതാണ്? ഓക്കെ, ഓൾ ദ റിയൽ, പേഴ്സണൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്. കറക്റ്റ്. എല്ലാ തരത്തിലുള്ള അക്കൗണ്ട്സും നമുക്ക് എവിടെ മെയിൻറ്റെയിൻ ചെയ്യാം? ലെഡ്ജറിൽ മെയിൻറ്റെയിൻ ചെയ്യാം. റിയൽ ആയിക്കോട്ടെ, പേഴ്സണൽ ആയിക്കോട്ടെ, നോമിനൽ ആയിക്കോട്ടെ. നോമിനൽ മീൻസ് എക്സ്പെൻസ് ആൻഡ് ഇൻകം റിലേറ്റഡ്. ഓക്കെ, so ledger is an accounting book in which all the real, personal and nominal account are opened. It is known as book of final entry. The business transaction are firstly recorded in journal and afterward posted to ledger. Okay, third question. Ledger is book of what? ഇപ്പൊ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. ഒറിജിനൽ എൻട്രി ആണോ, ഫൈനൽ എൻട്രി ആണോ, അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണോ, റെക്ടിഫിക്കേഷൻ എൻട്രി ആണോ? എന്താണ് ലെഡ്ജർ എന്ന് പറയുന്നത്? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണോ, ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി ആണോ, ബുക്ക് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണോ, ബുക്ക് ഓഫ് റെക്ടിഫിക്കേഷൻ എൻട്രി ആണോ? എന്താ ആൻസർ? ബി ആണ് ആൻസർ. കറക്റ്റ് ആണ്. ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി. ഒറിജിനൽ എൻട്രി ജേർണൽ ആണ്. രണ്ടാമത്തെ ഫൈനൽ എൻട്രി ആണ് ലെഡ്ജറിൽ നടത്തുന്നത്. ലെഡ്ജർ പോസ്റ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ഇനി എൻട്രി പ്രോസസ് ഇല്ല. ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്ന പ്രോസസ് ലെഡ്ജറോടെ തീർന്നു. പിന്നെ അതിന്റെ സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രിട്ടേഷൻ പ്രോസസ് ആണ് നടക്കുന്നത്. സോ ഫൈനൽ എൻട്രി, ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി ലെഡ്ജർ ആണ്. കറക്റ്റ് ആൻസർ. ജേർണൽ ഈസ് ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി, whereas ledger is a book of final entry. Entries from journal are posted to ledger to determine their balance. അല്ലെ, ബാലൻസ് കണ്ടെത്തുന്ന ലെഡ്ജർ ഇതാണ്. Each financial transaction measures at least 2 ledger account. അതായത് ഒരു ലെഡ്ജർ അല്ലെങ്കിൽ ഒരു 2 ലെഡ്ജർ അക്കൗണ്ടിലെങ്കിലും ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ വന്നിരിക്കും. ഡെബിറ്റ് ഒരു അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യപ്പെടും, ക്രെഡിറ്റ് മറ്റൊരു അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യപ്പെടും. മിനിമം 2 ലെഡ്ജർ അക്കൗണ്ട്സ് ഒക്കെ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ആ ഒരു സീനിൽ വന്നിരിക്കും. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഗ്രൂപ്പിംഗ് ഓഫ് സിമിലർ ഐറ്റംസ് ആൻഡ് ട്രാൻസ്ഫറിംഗ് ദോസ് ടു ദ റെസ്പെക്റ്റീവ് അക്കൗണ്ട്സ് ഇസ് നോൺ ആസ് ഡാഷ്. അപ്പം സിമിലാരിറ്റിയുടെ ബേസിസിൽ ഗ്രൂപ്പ് ചെയ്യുന്നതിനെ എന്തെന്ന് വിളിക്കും? ജേർണലൈസിംഗ് എന്ന് വിളിക്കുമോ, ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് എന്ന് വിളിക്കുമോ, പോസ്റ്റിംഗ് എന്ന് വിളിക്കുമോ, പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് എന്ന് വിളിക്കുമോ, പാസിംഗ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എന്ന് വിളിക്കുമോ? എന്താണ്? സി ആണ് പറയുന്നത്. ഓക്കെ, പോസ്റ്റിംഗ് ആണ്. കറക്റ്റ്. ഒരിക്കലും ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് എന്ന് വിളിക്കത്തില്ല. ലെഡ്ജറിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റിംഗ്.
പോസ്റ്റിംഗ് എന്തിന്റെ ബേസിസിലാണ്? സിമിലാരിറ്റിയുടെ ബേസിസിലാണ് നടത്തുന്നത്. So grouping of similar items and transferring those to the respective account is known as posting. After recording, he enters the entries into journal. Respective account is opened in ledger and every transaction related to them is posted. So posting and answer. അഞ്ചാമത്തെ പോയിന്റ്, the purpose of ledger is to classify the transaction ആണോ, ഗ്രൂപ്പിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണോ, ഫൈൻഡ് ബാലൻസ് ഇൻ ഈച്ച് അക്കൗണ്ട് ആണോ, അതോ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ടോ? പർപ്പസ് ഓഫ് ലെഡ്ജർ, ലെഡ്ജറിന്റെ പർപ്പസ് എന്താണ്? ഓക്കെ, ഡി ആണ് എല്ലാവരും പറയുന്നത്. The book which contains all set of account is known as ledger. It is known as principal book of account in which account wise balance of each account is determined. The purpose is classify transaction, grouping transaction and find balance in each account. So all of the above correct answer. ആറാമത്തെ ചോദ്യം, total of the two sides of account and to find out the differences is called dash. അപ്പൊ രണ്ട് സൈഡ് ടോട്ടൽ ചെയ്യുന്നു, എന്നിട്ട് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. എന്താ വിളിക്കുന്നത്? ടോട്ടലിംഗ്, ട്രെയിനിങ്, ബാലൻസിങ്, അനലൈസിങ്. എന്താ ഇതിനെ വിളിക്കുന്നത്? ഓക്കെ, കറക്റ്റ് ആൻസർ, ഇറ്റ് ഇസ് നോൺ ആസ് ബാലൻസിങ്. അതാണ് ബാലൻസിങ് പ്രോസസ്. സോ ടോട്ടൽ ഓഫ് ടു സൈഡ്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ഇസ് കോൾഡ് ബാലൻസിങ്. ഏഴാമത്തെ ചോദ്യം, ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ലെഡ്ജർ പോസ്റ്റിംഗ് ഇസ് എ പ്രോസസ് ഓഫ് ഡാഷ്. ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സമ്മറൈസിംഗ് ആണോ, ക്ലാസിഫൈങ് ആണോ, റെക്കോർഡിംഗ് ആണോ, ഇന്റർപ്രിട്ടേഷൻ? ഓക്കെ, ക്ലാസിഫിക്കേഷൻ ആണ്. യെസ്, അക്കൗണ്ടിങ്ങിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ട് ക്ലാസിഫൈങ് നടക്കുന്നതാണ് ലെഡ്ജറിലൂടെ. സോ ക്ലാസിഫൈങ് ആണ് അവിടെ നടക്കുന്നത്, ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ റെക്കോർഡഡ് ട്രാൻസാക്ഷൻസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു വേരിയസ് അക്കൗണ്ട് ആൻഡ് എൻട്രീസ് ആർ പോസ്റ്റഡ്. സോ ഇവിടെ ക്ലാസിഫിക്കേഷൻ ആണ് നടക്കുന്നത്. എട്ടാമത്തത്, if credit side of a bank account is greater than debit side, it indicate dash. അതായത് ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്? ഡെബിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിനേക്കാൾ കൂടുതൽ ക്രെഡിറ്റ് സൈഡ് ആണ്. അപ്പൊ ബാലൻസ് എപ്പോഴും ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിലായിരിക്കും ബാലൻസ്. സി ഡി. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷ 2025 ജൂലൈ 9 നടക്കാനിരിക്കുകയാണ്. കാറ്റഗറി നമ്പർ 741/2024 ആയ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 2025 മെയ് 11 വരെ കൺഫർമേഷൻ കൊടുക്കാനായിട്ടും സാധിക്കും. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ. വളരെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. അതിനായി ടെക് PSC സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് തീവ്ര പരിശീലന ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ടെക് PSC ആപ്പിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കും. ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ്, ടോപ്പിക് വൈസ് എക്സാംസ്, ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവയും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ്. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും എക്സാം തീയതി വരെയും അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. വരുന്നത് അതായത് ബാലൻസ് BD will be on the credit side. Clear? That means bank account is having credit balance. ഈ ഒരു സിറ്റുവേഷൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണോ, ക്യാഷ് അറ്റ് ബാങ്ക് ആണോ, ബാങ്ക് ബാലൻസ് ആണോ, കറണ്ട് അസറ്റ് ആണോ? ഓക്കെ, എ ആണ് പറയുന്നത്, അതായത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെന്നാണ് പറയുന്നത്. കറക്റ്റ് ആൻസർ ആണ്. ടിപ്പിക്കലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അസറ്റ് ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടുകൾക്ക് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ഇൻകം ലയബിലിറ്റി ക്യാപിറ്റൽ അക്കൗണ്ടുകൾക്ക് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. നോർമലി ഇങ്ങനെയാണ് വരേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ഒരു അസറ്റ് അക്കൗണ്ട്, കറണ്ട് അസറ്റ് അക്കൗണ്ട്. അപ്പൊ ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസേ വരാവുള്ളൂ. ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ക്രെഡിറ്റ് സൈഡ്. അപ്പൊ നമ്മളുടെ ബാലൻസ് CD ക്രെഡിറ്റ് സൈഡിൽ വരും, ബാലൻസ് BD ഡെബിറ്റ് വരും. സോ ഇറ്റ് ഹാസ് ഡെബിറ്റ് ബാലൻസ്. പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് വന്നാൽ, ദാറ്റ് മീൻസ് ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ഡെബിറ്റ് സൈഡ് ആയി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ആ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആയി പോകും. അത് ഒരൊറ്റ സിറ്റുവേഷനിൽ വരത്തുള്ളൂ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ സിറ്റുവേഷൻ. ഈ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്താണെന്ന് അറിയാമോ?
നമ്മളുടെ അക്കൗണ്ടിന്റെ ബാലൻസിനേക്കാൾ ഓവർ ആൻഡ് എബവ് നമുക്ക് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ ബാങ്ക് ഒരു ഫെസിലിറ്റി ഒരുക്കുന്നു. അതിനെയാ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്, കടം പോലെ തന്നെ. സോ അങ്ങനെ ഒരു കടം നമ്മൾ എടുക്കുമ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത് റിഫ്ലക്ട് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ഷോ എ ക്രെഡിറ്റ് ബാലൻസ്. സോ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കാരണമായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ക്രെഡിറ്റ് സൈഡ് ഇസ് മോർ ദാൻ ഡെബിറ്റ് സൈഡ്. So if credit side of bank account is greater than debit side, it indicates bank overdraft. An overdraft facility allow customer to withdraw money from their account up to the approved limit. ഇത് പിന്നീട് റീപേ ചെയ്യണം along with interest. It works like an approved loan where the interest is charged only on unutilized amount. Clear? Okay. ഇനി 9ാമത്തെ ചോദ്യം, ഹൗ മെനി കോളംസ് ആർ ദെയർ ഇൻ ലെഡ്ജർ? ഒരു ലെഡ്ജർ അക്കൗണ്ടിൽ എത്ര? ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. ചോദിച്ചു. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡ് കൂടുമ്പോഴല്ലേ? ഡെബിറ്റ് സൈഡ് കൂടുമ്പോഴല്ല, നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിന് എന്ത് വരുമ്പോഴാ? ക്രെഡിറ്റ് ബാലൻസ് വരുമ്പോഴാണ് പറയുന്നത്. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ഡെബിറ്റ് സൈഡ്. ഞാൻ അത് അക്കൗണ്ട് വരച്ച് തന്നെ കാണിക്കാം. ബാങ്ക് അക്കൗണ്ട് വരയ്ക്കാം. ബാങ്ക് അക്കൗണ്ട് ഒരു അസറ്റ് അക്കൗണ്ട്. അസറ്റ് അക്കൗണ്ടിൽ എല്ലാം ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതാണ് പറഞ്ഞത്. ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് CD ക്രെഡിറ്റ് സൈഡിൽ വരണം. അത് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ ബാലൻസ് BD ഡെബിറ്റിലും വരണം. ചുരുക്കി പറഞ്ഞാൽ ബാലൻസ് BD ഏത് സൈഡിലാണോ ആ ബാലൻസ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് അസറ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് ഇങ്ങനെയാണ് സാധാരണ വരേണ്ടത്. ക്ലിയർ? ഓക്കെ. അപ്പൊ ബാലൻസ് CD ഈ സൈഡിൽ വരണമെങ്കിൽ ഡെബിറ്റ് സൈഡ് ഷുഡ് ബി മോർ ദാൻ ക്രെഡിറ്റ്, അല്ലെ? ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റിനേക്കാൾ കൂടുതലാണെങ്കിലേ ബാലൻസ് CD ക്രെഡിറ്റ് സൈഡിൽ വരത്തുള്ളൂ, എന്നാലല്ലേ ബാലൻസ് ഇവിടെ വരത്തുള്ളൂ. സോ ഡെബിറ്റ് സൈഡ് ഷുഡ് ബി മോർ ദാൻ ക്രെഡിറ്റ് സൈഡ് ഫോർ ദ ബാങ്ക് അക്കൗണ്ട് ടു ഹാവ് ഡെബിറ്റ് ബാലൻസ്. ഇതാണ് നോർമൽ സിറ്റുവേഷൻ. ഇതിന്റെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആണ് ക്രെഡിറ്റ് സൈഡ് ഇസ് മോർ ദാൻ ഡെബിറ്റ് സൈഡ്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞു വരുമ്പം ഡെബിറ്റ് സൈഡിലായിരിക്കും ബാലൻസ് CD വരുന്നത്. അപ്പൊ ബാലൻസ് BD എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ. ബാലൻസ് BD ഏത് സൈഡിലാണോ ആ ബാലൻസ് ആണ് അക്കൗണ്ടിന്. സോ ഈ കേസിൽ ബാങ്ക് അക്കൗണ്ട് വിൽ ഹാവ് ക്രെഡിറ്റ് ബാലൻസ്. ക്ലിയർ? ഇതാണ് രണ്ട് സിറ്റുവേഷൻസ്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരണമെങ്കിൽ നമ്മളുടെ ക്രെഡിറ്റ് സൈഡ് കൂടുതലായിരിക്കണം. ക്രെഡിറ്റ് സൈഡിൽ എപ്പോഴാണ് കൂടുന്നത്? നമുക്ക് ഇവിടെ ഒരു ബാങ്കിന് ഒരു ലയബിലിറ്റി ഉണ്ടെങ്കിൽ, ബാങ്കിനോട് ഒരു ലയബിലിറ്റി ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടുന്നത്. അപ്പൊ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇവിടെ വന്നാലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ സൈഡ് കൂടുന്നത്. അപ്പൊ ഈ സൈഡ് കൂടി കഴിയുമ്പോഴാണ് ഡെബിറ്റിനേക്കാൾ ക്രെഡിറ്റ് കൂടുന്നത്. അപ്പോഴാണ് ബാലൻസ് CD ഡെബിറ്റ് സൈഡിൽ വരുന്നത്, ഈ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആകുന്നത്. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഏത് സിറ്റുവേഷനിലാണ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഡെബിറ്റ് സൈഡ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വാട്ട്? അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉള്ളത് കൊണ്ടാണ് ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റിനേക്കാൾ കൂടിയത്. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ക്രെഡിറ്റ് ബാലൻസ് ആയത്. ക്ലിയർ? മനസ്സിലായോ? ആ ഡൗട്ട് ക്ലിയർ ആയോ? ഓക്കെ, യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി കോളംസ് ആർ ദെയർ ഇൻ ലെഡ്ജർ? ലെഡ്ജറിൽ എത്ര കോളംസ് ഉണ്ട് പറയാമോ? 5 ആണോ 7 ആണോ 8 ആണോ 10 ആണോ? ഓക്കെ, C ആണ് പറഞ്ഞിട്ടുള്ളത്. 8 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 8 കോളംസ് ആണുള്ളത്. ഏതൊക്കെയാ 8 കോളം? ഡേറ്റ് കോളം ഉണ്ട്, ലെഡ്ജർ അക്കൗണ്ട് ആണ്, ഡേറ്റ് ഉണ്ട്, പെർട്ടിക്കുലേഴ്സ് ഉണ്ട്, ജേർണൽ ഫോളിയോ, എമൗണ്ട്, അത് ഡെബിറ്റ് സൈഡ്. അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ്, പെർട്ടിക്കുലർ, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ഓക്കെ, സോ 8 എണ്ണമാണ് കറക്റ്റ് ആൻസർ. 8 കോളം ഉണ്ട് ഇവിടെ ലെഡ്ജറിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതിന് എത്രയാ? ജേർണൽ എത്രയാ? ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എന്താ പറയുന്നത്? ലെഡ്ജർ, ഫോളിയോ, ഡെബിറ്റ്, ക്രെഡിറ്റ്, അങ്ങനെയാണ് അത് വരുന്നത്. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യം, ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ബാങ്ക് അക്കൗണ്ട് റെപ്രസെന്റ്സ് ഡാഷ്. ബാങ്ക് അക്കൗണ്ടിന് ഒരു ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ, ക്രെഡിറ്റ് ബാലൻസ് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യും? ക്യാപിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുമോ? ലയബിലിറ്റിയെ റെപ്രസെന്റ് ചെയ്യുമോ? അസറ്റ് ഉണ്ടെന്നാണോ അത് കാണിക്കുന്നത്? അതോ നൺ ഓഫ് ദി എബവ് ആണോ? ബി. ഓക്കെ, അതൊരു ലയബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഓക്കെ, so generally bank account has debit balance, but in situation of bank overdraft വരുമ്പോഴാണ് ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് വരുന്നത്. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഒരു ലയബിലിറ്റി ആണ്.
കാരണം ബാങ്കിൽ നിന്ന് നമ്മളുടെ അക്കൗണ്ട് ബാലൻസിനേക്കാൾ ഓവർ ആൻഡ് അബവ് withdraw ചെയ്യുകയാണ്. So we have to pay it back. So it is our liability. It is what? It is a current liability. So credit balance of bank account indicate a liability, the presence of a liability. Correct answer. 11ാമത്തെ ചോദ്യം, നോമിനൽ അക്കൗണ്ട് ദാറ്റ് ഷോസ് ഡെബിറ്റ് ബാലൻസ് ഈസ് ഡാഷ്. നോമിനൽ ഏത് തരത്തിലുള്ള നോമിനൽ അക്കൗണ്ട് ആണ് ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നത്? എക്സ്പെൻസ് ആണോ, പ്രോഫിറ്റ് ആണോ, അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ? ഏത് തരത്തിലുള്ള നോമിനൽ അക്കൗണ്ട്? നോമിനൽ അക്കൗണ്ട് ഏത് തരത്തിലുള്ള നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നത്? ഓക്കെ, നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസും ഇൻകവുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്. അസറ്റിനും എക്സ്പെൻസിനും ഡെബിറ്റ് ബാലൻസാ, ഇൻകം ലയബിലിറ്റി ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസാ. അപ്പൊ നോമിനൽ അക്കൗണ്ടിനകത്ത് വരുന്ന എക്സ്പെൻസും ഇൻകവും മാത്രമാണ്. അതിൽ എക്സ്പെൻസിന് ഏത് ബാലൻസാ? ഡെബിറ്റ് ബാലൻസാ, ഇൻകത്തിന് ക്രെഡിറ്റും. ക്ലിയർ? അപ്പൊ നോമിനൽ അക്കൗണ്ടിലെ എക്സ്പെൻസിന് ഡെബിറ്റും ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസും ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ ആൻസർ എന്താണ്? ഏത് നോമിനൽ അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നത് ചോദിച്ചാൽ എക്സ്പെൻസ് എന്ന നോമിനൽ അക്കൗണ്ട് ആണ് ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നത്. സോ ദ റൂൾ ഓഫ് നോമിനൽ അക്കൗണ്ട് ഈസ് ടു ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ഓഫ് ഓൾ ലോസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. അപ്പം എക്സ്പെൻസുകളെ എല്ലാം അതുപോലെ ലോസുകളെയും ഡെബിറ്റ് ചെയ്യുക, ഇൻകത്തെയും ഗെയിനെയും ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ റൂൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആസ് പെർ ദ ട്രഡീഷണൽ റൂൾ, ബ്രിട്ടീഷ് അപ്രോച്ച് പ്രകാരമാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, സോ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ ഇസ് എക്സ്പെൻസ് എന്നുള്ളതാണ്. ക്ലിയർ? യെസ്. സോ എക്സ്പെൻസ് വിൽ ഓൾവേസ് ഹാവ് ഡെബിറ്റ് ബാലൻസ്. അടുത്തത്, the balance of which of the following item can also show the credit balance. ഈ പറഞ്ഞിട്ടുള്ള ഐറ്റത്തിൽ ഏതിനൊക്കെയാണ് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കാൻ പറ്റുന്നത്? ക്യാഷിന് പറ്റുമോ, ബാങ്കിന് പറ്റുമോ, ഇൻവെസ്റ്റ്മെന്റിന് പറ്റുമോ, സ്റ്റോക്കിന് പറ്റുമോ? ഇതിൽ ഏതിനാണ് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കാൻ സാധ്യതയുള്ളത്? ഓക്കെ, രണ്ട് ആൻസർ വന്നിട്ടുണ്ട്. സി ആൻഡ് ബി എന്ന രണ്ട് ആൻസർ വന്നിട്ടുണ്ട്. സി ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്, ബി ബാങ്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം. അക്കോർഡിംഗ് ടു അക്കൗണ്ടിംഗ് റൂൾ, all asset expenses loss have debit balance. However, in the given option, only bank can have credit balance, and that too in case of bank overdraft. Bank overdraft വരുന്ന സിറ്റുവേഷനിലാണ് എന്തിന് ക്രെഡിറ്റ് ബാലൻസ് വരുന്നത്? ബാങ്കിന് ക്രെഡിറ്റ് ബാലൻസ് വരുന്നത്. സോ ബാങ്കിന് മാത്രമേ ഈ പറഞ്ഞ ഓപ്ഷനിൽ ക്രെഡിറ്റ് ബാലൻസ് വരാൻ ഒരു സാധ്യതയുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് എന്താ? ഇൻവെസ്റ്റ്മെന്റ് ഒരു അസറ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഒരു അസറ്റ് ആയിരിക്കും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന. സോ ഇറ്റ് ഈസ് അവർ അസറ്റ്. അസറ്റ് ആയിരിക്കെ അതിൽ ഡെബിറ്റ് ബാലൻസ് മാത്രമേ വരത്തുള്ളൂ. ക്യാഷും ഇൻവെസ്റ്റ്മെന്റും സ്റ്റോക്കും ഡെബിറ്റ് ബാലൻസേ വരത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ബാങ്ക് എന്നുള്ളതാണ്. കാരണം ബാങ്കിന്റെ കേസിൽ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് വരാം. സോ ബാങ്കിന് മാത്രമേ ക്രെഡിറ്റ് ബാലൻസിന്റെ സിറ്റുവേഷൻ ഉണ്ടാവത്തുള്ളൂ, ബാക്കിയുള്ളതിനൊന്നും വരത്തില്ല. ഇൻവെസ്റ്റ്മെന്റിന് വരില്ല, കാരണം ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഒരു അസറ്റ് ആണ്, അതിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. 13ാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റം വിൽ ഗീവ് ക്രെഡിറ്റ് ബാലൻസ്? ഈ താഴെ പറയുന്നത് ഏതാ ക്രെഡിറ്റ് ബാലൻസ്? ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യനാ, നോക്കിയിട്ട് പറയണേ. ഡെഫേർഡ് റവന്യൂ ഇൻകം ആണോ, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ആണോ, ഡിക്ലയർഡ് ബട്ട് അൺപെയ്ഡ് ഡിവിഡൻഡ് ആണോ, ഡിഡക്ഷൻ ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ ആണോ? ഇതിലേതാണ് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നത്? ഇതിലേതാ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നത്? ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന ഐറ്റംസ് ഇൻകം, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഈ മൂന്നെണ്ണമേ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കത്തുള്ളൂ. അപ്പൊ ഇതിലേതാ ഇൻകം, ലയബിലിറ്റി, ക്യാപിറ്റൽ എന്ന കാറ്റഗറിയിൽ വരുന്നത് എന്ന് നോക്കിയാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അത് ചോദിക്കുന്ന ക്രെഡിറ്റ് ബാലൻസ് എന്ന. അപ്പം ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിലേ ബാലൻസ് ഉള്ളൂ. അപ്പൊ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ഏത്, അതിൽ ക്രെഡിറ്റ് ബാലൻസ് കിട്ടുന്ന ഐറ്റം ഏത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആർക്കെങ്കിലും അറിയാമോ അതിന്റെ ആൻസർ? ഓക്കെ, അറിയത്തില്ലെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം, ഓരോ ഐറ്റം ബൈ ഐറ്റം. ഓക്കെ, ബി പറയുന്നുണ്ട്. വേറെ ആരെങ്കിലും എന്തെങ്കിലും? ബി ആണ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ആ പറയുന്നത്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓരോ ഐറ്റവും ഡിസ്കസ് ചെയ്യാവേ. നമ്മൾ ഈ ഓരോ ഐറ്റവും പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഐറ്റം ആണ് ഡെഫേർഡ് റവന്യൂ ഇൻകം. ഡെഫേർഡ് റവന്യൂ ഇൻകത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അല്ലെ? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ മുൻകൂറായിട്ട് ഇൻകം നമുക്ക് കിട്ടി.
അല്ലെ? അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ പിന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് എന്താ, ഒരു ലയബിലിറ്റി പോലെ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ലയബിലിറ്റി പോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ബട്ട് ഒരു പ്രശ്നമുണ്ട്. ഈ ലയബിലിറ്റി പോലെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുമെങ്കിലും ലെഡ്ജറിൽ ഇതിനൊരു അക്കൗണ്ട് ഇല്ല. കാരണം ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ഐറ്റമാണ്. എന്ത് ഐറ്റമാ? അഡ്ജസ്റ്റ്മെന്റ് ഐറ്റമാ. ലെഡ്ജറിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിലേ ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ബാലൻസോ ഡെബിറ്റ് ബാലൻസോ വരത്തുള്ളൂ. നമ്മുടെ ചോദ്യം വിച്ച് item will give credit balance എന്നുള്ളതാണ്. ബട്ട് ഡെഫേർഡ് റവന്യൂ ഇൻകം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ലയബിലിറ്റി ആയി ട്രീറ്റ് ചെയ്യപ്പെടാം. പക്ഷെ സ്റ്റിൽ ഇറ്റ് ഈസ് ആൻ അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം. സോ അതിനൊരു ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട് എന്നൊന്നും പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പൊ ആ ഒരു സംഭവം അല്ല. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് ഐറ്റങ്ങളാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സോ ഫസ്റ്റ് ഐറ്റം അല്ല, ഈവൻ ദോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി. ഇനി അടുത്ത ഐറ്റം, അതൊരു ഓപ്ഷൻ ആയിട്ട് ഒരാൾ പറഞ്ഞതാ, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻകം ഏൺ ചെയ്തു പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതായത് എനിക്കൊരു ഇൻകം കിട്ടാൻ അവകാശമുണ്ട്, കിട്ടിയിട്ടില്ല. എനിക്കൊരു അവകാശമുണ്ടെങ്കിൽ എന്റെ ഡെറ്റർ ഇതുപോലത്തെ ഒരു സംഭവം അല്ലേ, എനിക്കൊരാൾ പൈസ തരാൻ എന്താ പറയുന്നത് ഉണ്ട്, അതെനിക്ക് ഇതിന് കിട്ടിയിട്ടില്ല. അതാ ഡെറ്റർ എന്ന് പറയുന്നത്. ഞാൻ ഡെറ്ററിനെ അസറ്റ് ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്കൊരു ഇൻകം കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതും എന്റെ അസറ്റ് ആയിരിക്കത്തില്ലേ? അതെന്റെ അസറ്റ് ആണെങ്കിൽ അതിന് ഏത് ബാലൻസ് ആയിരിക്കും? ഇവിടെ ഒരു ബാലൻസും വരില്ല. ഇതും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഐറ്റമാ. അഡ്ജസ്റ്റ്മെന്റ് ഐറ്റമാ. സോ അതിന് ബാലൻസ് ഒന്നും വരത്തില്ല. സോ രണ്ടാമത്തതും അല്ല. രണ്ടാമത്തെ ലൈബിലിറ്റിയേ അല്ല, അത് അസറ്റ് കാറ്റഗറിയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം ആയതുകൊണ്ട് അതിനൊരു അക്കൗണ്ടും കാര്യങ്ങളും ഒന്നുമില്ല. സോ ക്രെഡിറ്റ് ബാലൻസോ ഡെബിറ്റ് ബാലൻസോ ഇല്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാം, ഡിക്ലയർഡ് ബട്ട് അൺപെയ്ഡ് ഡിവിഡൻഡ്. അപ്പം ഡിവിഡൻഡ് ഡിക്ലയർ ചെയ്യും, കമ്പനി ഡിക്ലയർ ചെയ്തു ഡിവിഡൻഡ്, പക്ഷെ അത് അൺപെയ്ഡാ, ഇതുവരെ കൊടുത്തിട്ടില്ല. കൊടുക്കാത്ത ഡിവിഡൻഡ് ആണ്. ക്ലിയർ? കൊടുക്കാത്ത ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൊടുക്കാത്ത ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാനുള്ളതാണ്. കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാധ്യതയാണ്. അത് ബാധ്യതയായതുകൊണ്ട് തന്നെ ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു അൺപെയ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ലയബിലിറ്റിയാണ്. ഒരു അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. മനസ്സിലായോ? ഏറ്റവും അവസാനത്തെ, അപ്പം ആൻസർ കിട്ടി, സി ആണ് ആൻസർ. ഡിക്ലയർഡ് ബട്ട് അൺപെയ്ഡ് ഡിവിഡൻഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ ലയബിലിറ്റി. അതൊരു ലയബിലിറ്റിയാ, അതിനൊരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിന് ബാലൻസ് ലയബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസേ വരത്തുള്ളൂ. മുമ്പത്തെ രണ്ട് ഐറ്റവും അഡ്ജസ്റ്റ്മെന്റ് ഐറ്റങ്ങളാണ്. അതുകൊണ്ട് ഈവൻ ദോ ദെയർ ലൈബിലിറ്റി, അതിൽ ഒരെണ്ണം ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഐറ്റം, അതിന് സെപ്പറേറ്റ് അക്കൗണ്ട് ഇല്ല. അത് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി, അത് കുറയ്ക്കാനോ കൂട്ടാനോ വേണ്ടിയുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ഡിഡക്ഷൻ ഇൻ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ. നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തപ്പം കുറച്ച് ഡിഡക്ഷൻ നടത്തിയിട്ടാണ് ഇഷ്യൂ ചെയ്തത്. നമ്മളുടെ എക്സ്പെൻസ്, അത് എക്സ്പെൻസ്, നമുക്കുണ്ടായ എക്സ്പെൻസ്. സോ അത് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ അത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ഡിക്ലയർഡ് ബട്ട് അൺപെയ്ഡ് ഡിവിഡൻഡ്. അതിന്റെ റീസൺ ഇറ്റ് ഈസ് അവർ എക്സ്പെൻസ്, സോറി ഇറ്റ് ഈസ് അവർ ലയബിലിറ്റി. നമ്മുടെ ലയബിലിറ്റി ആണ്. എക്സ്പ്ലനേഷൻ നോക്കാം. Generally, assets have debit balance, whereas liability have credit balance, such that here declared but unpaid dividend will have credit balance as it is a liability. ഇവിടെ ഇത് മാത്രമാണ് നമ്മളുടെ ഒരു അക്കൗണ്ട് ഉള്ള ലയബിലിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ബാക്കിയൊന്നും ആ രീതിയിലുള്ളതല്ല. ക്ലിയർ ആണോ? ബാക്കിയൊന്നും ആ രീതിയിൽ ഉള്ളതല്ല. രണ്ടെണ്ണം അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം ആണ്. ഏറ്റവും അവസാനത്തത് നമ്മളുടെ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതൊന്നുമല്ല. മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഡിക്ലയർഡ് ബട്ട് അൺപെയ്ഡ് ഡിവിഡൻഡ് ആണ് അവിടെ എന്ത്? ലയബിലിറ്റി. അതുകൊണ്ട് അതിനാണ് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത്. ക്ലിയർ ആണോ? ഇതുപോലെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ ചിന്തിക്കാവുള്ളൂ. ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് ബാലൻസ് മീൻസ് ലെഡ്ജറിൽ ഒരു അക്കൗണ്ട് അതിന്റെ പേരിലുണ്ട്. അത് ബാലൻസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ലഭിക്കുന്നത്.
ബാലൻസ് സി ഡി ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ഇറ്റ് ഹാസ് ഡെബിറ്റ് ബാലൻസ്. ബാലൻസ് സി ഡി ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഇറ്റ് ഹാസ് ക്രെഡിറ്റ് ബാലൻസ്. ഓപ്പോസിറ്റ് അപ്പൊ സി ഡിയുടെ ഓപ്പോസിറ്റ്. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെയാ ചിന്തിക്കേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ് ഐറ്റത്തിന് സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. അഡ്ജസ്റ്റ്മെന്റ് ഐറ്റത്തിന് സെപ്പറേറ്റ് അക്കൗണ്ടും കാര്യങ്ങളും ഇല്ല. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യത്തേ ഉള്ളൂ. സോ അതിനെന്ത് വരില്ല? ക്രെഡിറ്റ് ബാലൻസ് ഓർ ഡെബിറ്റ് ബാലൻസ് വരില്ല. ഓക്കെ ആണോ? സോ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് ട്രിക്കി ആയിട്ടുണ്ടാവും. അത് ജസ്റ്റ് നോക്കിയാൽ മതി ഏതിനാ അക്കൗണ്ട് ഉള്ളത്, അതിലേതാ ലയബിലിറ്റി ഉള്ളത്. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആകുമ്പോൾ അതിലേതാ അസറ്റ് ഓർ എക്സ്പെൻസ് ഉള്ളത്, അക്കൗണ്ട് ഉള്ളത് എന്ന് നോക്കിയാൽ മതി. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത് ആ ക്വസ്റ്റ്യൻ? ഓക്കെ. സോ നമ്മുടെ 13ാമത്തെ ക്വസ്റ്റ്യനും തീർന്നു. 14ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 14th ക്വസ്റ്റ്യൻ. ദ ടേം ഇംപ്രസ്ഡ് സിസ്റ്റം. ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന പേര് എന്തുമായി റിലേറ്റ് ചെയ്താണ്? പർച്ചേസ് ബുക്കുമായിട്ടാണോ, സെയിൽസ് ബുക്ക് ആണോ, ക്യാഷ് ബുക്ക് ആണോ, പെറ്റി ക്യാഷ് ബുക്ക് ആണോ? ഓക്കെ, ഡി ഒരു ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, പെറ്റി ക്യാഷ് ബുക്ക് കറക്റ്റ് ആണ്. പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. അവിടെ എന്ത് കാണും? ഇംപ്രസ്ഡ് മണി കാണും. ഇംപ്രസ്ഡ് മണി. ഇംപ്രസ്ഡ് മണി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പെറ്റി ക്യാഷ്യർ കാണും, മെയിൻ ആയിട്ടുള്ള ഒരു ക്യാഷ്യർ കാണും. മെയിൻ ക്യാഷ്യർ നമ്മുടെ പെറ്റി ക്യാഷ്യർക്ക് എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുക്കും. ഫിക്സഡ് എമൗണ്ട്, ഫോർ എക്സാമ്പിൾ 2000 ഫിക്സഡ് എമൗണ്ട് എന്ന് വിചാരിക്കുക. സോ ഫസ്റ്റ് മന്ത് 2000 കൊടുത്തു. ആ മന്ത് 500 റുപ്പീസെ പെറ്റി എക്സ്പെൻസ് ആയിട്ട് ചെലവായുള്ളൂ, പെറ്റി ക്യാഷ്യർ ചെലവാക്കിയുള്ളൂ. ബാക്കി 1500 അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് ഉണ്ടല്ലോ. സോ സെക്കൻഡ് മന്തിന്റെ ആരംഭത്തിൽ ദ ഇംപ്രസ്ഡ് മണി ഈസ് ഗിവൺ ബൈ ദി മെയിൻ ക്യാഷ്യർ. എത്ര കൊടുക്കും? എക്സ്ട്രാ 500 കൂടെ കൊടുക്കും. ആൻഡ് എ ഫിക്സഡ് എമൗണ്ട് ഈസ് ഓൾവേസ് മെയിൻറ്റെയിൻ ആസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. എല്ലാ മാസത്തിന്റെ തുടക്കത്തിൽ ഇംപ്രസ്ഡ് മണി എന്താണോ അവർ ഫിക്സ് ചെയ്യുന്നത് ആ പൈസ പെറ്റി ക്യാഷ്യറുടെ കയ്യിൽ കാണും. എത്ര ചെലവായോ അത് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും അതിന്റെ ഇംപ്രസ്ഡ് മണി കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഈ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഇംപ്രസ് സിസ്റ്റം. ഇത് പെറ്റി ക്യാഷ് ബുക്കിന്റെ പ്രിപ്പറേഷനിൽ ഉപയോഗിക്കുന്നത്. സോ ദ ഓപ്ഷൻ ഇസ് ഡി, പെറ്റി ക്യാഷ് ബുക്ക്. The term impress system is used in relationship to petty cash book. Under impress system, fixed amount of money known as float is given to the petty cashier. അപ്പൊ ഈ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണിയെ ഇംപ്രസ്ഡ് മണി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന് വിളിക്കാം. അത് ആർക്ക് കൊടുക്കും? പെറ്റി ക്യാഷ്യർക്ക് കൊടുക്കും. ടു മീറ്റ് വാട്ട്? പെറ്റി എക്സ്പെൻഡിച്ചർ ഫോർ ആൻ എഗ്രീഡ് പീരീഡ് വിച്ച് ഇസ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് വീക്ക് ഓർ മന്ത്. യൂഷ്വലി വീക്ക് ഓർ മന്തിലേക്കായിരിക്കും ഇത് കൊടുക്കുക. At the end of agreed period, the petty cashier submit the detail of all expenditure incurred by him to the chief cashier. Main cashier ke ella details hand over ചെയ്യും. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The following will be entered in the total debtors account. ഇപ്പൊ താഴെ പറയുന്ന ഏതൊരു ഐറ്റം ആണ് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്, അതായത് ഡെറ്റേഴ്സിന്റെ ടോട്ടൽ ഡെറ്റേഴ്സിന്റെ ലെഡ്ജറിലെ അക്കൗണ്ടിൽ എൻറ്റർ ചെയ്യുന്ന ഐറ്റം ഏതാണ്? ക്യാഷ് സെയിൽസ് ആണോ? ക്രെഡിറ്റ് സെയിൽസ് ആണോ? ടോട്ടൽ സെയിൽസ് ആണോ? നൺ ഓഫ് ദി എബവ്. ഇതിൽ ഏതാണ് എവിടെ എൻറ്റർ ചെയ്യുന്നത്? ടോട്ടൽ ഡെറ്റേഴ്സിന്റെ അക്കൗണ്ടിൽ എൻറ്റർ ചെയ്യുന്നത്. ബി ആണ് പറയുന്നത്. ബി ഏതാ? ക്രെഡിറ്റ് സെയിൽസ് ആണ് പറയുന്നത്. യെസ്, ഓക്കെ. Only amount of credit sale is included in ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്. ടോട്ടൽ ഡെറ്റേഴ്സിന്റെ അക്കൗണ്ടിൽ എന്തേ വരത്തുള്ളൂ? ക്രെഡിറ്റ് സെയിൽ. അതുപോലെ ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് പർച്ചേസ് അതായിരിക്കും വരിക. സോ എ ഡെറ്റർ ഈസ് എ ടേം യൂസ്ഡ് ഇൻ അക്കൗണ്ടിംഗ് ടു ഡിനോട്ട് ആൻ ഇൻഡിവിജ്വൽ ദാറ്റ് ഓ മണി ഓർ ഹു ഈസ് ഇൻ ഡെറ്റ് ടു ആൻ ഓർഗനൈസേഷൻ. നമുക്കറിയാം. സോ നമ്മൾ ടോട്ടൽ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾസ് ആണ്. അതിനെയാണ് ടോട്ടൽ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടെങ്കിൽ അത് ടോട്ടൽ ഡെറ്റർ അക്കൗണ്ടിലായിരിക്കും വരിക. ക്രെഡിറ്റ് പർച്ചേസസ് ആൻഡ് കാര്യങ്ങളൊക്കെ ക്രെഡിറ്ററിന്റെ അക്കൗണ്ടിലായിരിക്കും വരിക. അതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം. സോ ദ ആൻസർ ഇസ് ക്രെഡിറ്റ് സെയിൽസ്. 16th question. The book in which credit note voucher is used for accounting is. Credit note voucher ഏത് ബുക്കിന്റെ ഭാഗമാണ്? സെയിൽസ് ബുക്ക് ആണോ, പർച്ചേസ് ബുക്ക് ആണോ, സെയിൽസ് റിട്ടേൺ ബുക്ക് ആണോ, പർച്ചേസ് റിട്ടേൺ ബുക്ക് ആണോ? ക്രെഡിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ട്. നമ്മൾ ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും പഠിച്ചായിരുന്നു. ഓക്കെ, യെസ്. സി ആണ് ഒരാൾ ഉത്തരം പറയുന്നത്. സി. ഓക്കെ,
സെയിൽസ് റിട്ടേൺ ബുക്കിന്റെ ഭാഗമായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ക്രെഡിറ്റ് നോട്ട് വൗച്ചർ ഉപയോഗിക്കുന്നത്. കറക്റ്റ് ആണ്. ക്രെഡിറ്റ് നോട്ട് വൗച്ചർ സ്പേസ് ഇൻ സെയിൽസ് റിട്ടേൺ ബുക്ക്. ഇറ്റ് ഈസ് എ വൗച്ചർ വിച്ച് ഇസ് സെൻഡ് ബൈ സെല്ലർ ടു ബയർ. സെല്ലർ ബയറിന് കൊടുക്കുന്ന ഒരു പെർട്ടിക്കുലർ എന്താ പറയുന്നത് വൗച്ചറിനെയാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ആൻസർ സി ആണ്, സെയിൽസ് റിട്ടേൺ. ഇനി പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ടതാണ് ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് വൗച്ചർ. ഓക്കെ, സോ ക്രെഡിറ്റ് നോട്ട് വൗച്ചർ സെയിൽസ് റിട്ടേൺ ബുക്ക്, മറ്റേത് ഡെബിറ്റ് നോട്ട് വൗച്ചർ പർച്ചേസ് റിട്ടേൺ. അതാണ് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത്. ഓക്കെ, 16th ക്വസ്റ്റ്യൻ കറക്റ്റ്. 17ാമത്തത് അക്കൗണ്ടിങ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് വാട്ട്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ഡേറ്റ ആണോ, മെഷറിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് ആണോ, അനലൈസിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണോ, ഓർ ഓൾ ഓഫ് ദി അബവ്? എന്താണ്? ഡി കറക്റ്റ് ആൻസർ, ഓൾ ഓഫ് ദി അബവ്. എല്ലാം അക്കൗണ്ടിങ് വരും. അക്കൗണ്ടിങ് ഇസ് ദ പ്രോസസ് ഓഫ് what? Recording, classifying, summarizing, analyzing, and interpreting financial transactions and communicating the results. So recording വരും, അതിനകത്ത് അനലൈസിംഗ് ഇന്റർപ്രറ്റിംഗ്, അതിനകത്ത് പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേഷൻ വരും, പിന്നെ അനാലിസിസ് ഇവിടെ പറയുന്നുണ്ട്. സോ definitely all of the above is the answer. All of the above an answer. Explanation is accounting involved recording financial transaction. അതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ടിൽ ലെഡ്ജർ പ്രിപ്പറേഷൻ ബുക്ക് കീപ്പിംഗ്. ആഫ്റ്റർ ദാറ്റ് ബാക്കിയും കൂടെ ചെയ്യുമ്പോൾ entire process is known as accounting. Then measuring financial performance, that means calculating whether you have earned profit or not. പിന്നെ analyzing financial data for decision making. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷ 2025 ജൂലൈ 9 നടക്കാനിരിക്കുകയാണ്. കാറ്റഗറി നമ്പർ 741/2024 ആയ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 2025 മെയ് 11 വരെ കൺഫർമേഷൻ കൊടുക്കാനായിട്ടും സാധിക്കും. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ. വളരെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. അതിനായി ടെക് PSC സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് തീവ്ര പരിശീലന ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ടെക് PSC ആപ്പിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കും. ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ്, ടോപ്പിക് വൈസ് എക്സാംസ്, ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവയും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ്. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും എക്സാം തീയതി വരെയും അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.